Hi everyone, welcome to Villain IS Academy. We will discuss the Chapter Act of 1833. 1833 Chapter Act we will discuss the Polity class. We last discuss the 1813 the Chapter Act we discuss. Okay? So we 3-4 months ago we Polity class. So 1833 the Charter Act okay. So 1833 the Charter Act time we first at all it was the first time the Governor General of Bengal became the Governor General of India. Okay. Notes so notes class definitely the very important portions the history of Indian constitution chapter regulating acting okay. So definitely notes so we will time it made the Governor General of Bengal as the Governor General of India, okay, and vested him civil and military powers. Okay, so we will Governor General of India, Governor General of Bengal Governor General of India Charter Act ആണ് 1833 Charter Act എന്ന് പറയുന്നത്. Okay, so ഇതോടുകൂടി നമ്മുടെ Governor General of Bengal എന്തൊക്കെ കിട്ടി, civil and military powers കൂടി അദ്ദേഹത്തിന്റെ കീഴിലായി. Okay, so അതോടുകൂടി എന്തായാലും പ്രത്യേകത ഉണ്ടായത് നമുക്കറിയാം, ഇതുവരെ നമുക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ ഓഫ് ബംഗാൾ ഉണ്ടായിരുന്നു, ഗവർണർ ഓഫ് ബോംബെ ഉണ്ടായിരുന്നു, പിന്നീട് ഗവർണർ ഓഫ് മദ്രാസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് യൂണിഫൈഡ് ആയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലൊരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നു. ഓക്കെ, സോ അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വന്ന് ചാർട്ടർ ആക്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1833 ചാർട്ടർ ആക്ട് ആണെന്നുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ, സോ അങ്ങനെ നമുക്കറിയാം, അങ്ങനെ വരുന്ന സമയത്ത് 1833 ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് വരുന്ന വ്യക്തി ആരാണ്, നമ്മുടെ ലോർഡ് വില്യം ബെൻഡിങ് ആണ്. ഓക്കെ, നമ്മുടെ സതി നിർത്തലാക്കിയ ലോർഡ് വില്യം ബെൻഡിങ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് വരുന്ന വ്യക്തി എന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ അപ്പോൾ അതോടുകൂടി വന്ന പ്രശ്നം എന്താണ്, അതോടുകൂടി വന്ന പ്രശ്നമല്ല, ഇതോടുകൂടി പ്രശ്നം വന്നത് നമ്മുടെ ബോംബെയിലും മദ്രാസിലുള്ള ഗവർണേഴ്സിനാണ്. ഓക്കെ, സോ അവരുടെ പവേഴ്സ്, അതായത് അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇതോടുകൂടി എന്ത് ചെയ്തു, അവർക്ക് നഷ്ടമായി. ഇറ്റ് ഡിപ്രൈവ്ഡ് ദ ഗവർണർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് ഓഫ് ദെയർ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോംബെയിലും മദ്രാസിലും ഉണ്ടായിരുന്ന ഗവർണേഴ്സിന് അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഈ ഒരു 1833 ചാർട്ടർ ആക്ട് വരുന്നതോടുകൂടി എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, പിന്നീട് അടുത്തായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ, ഓക്കെ, ഇതിനു മുന്നേ നമ്മൾ നിർമ്മിച്ചിരുന്ന ഓരോ നിയമങ്ങളെ പറഞ്ഞിരുന്നത് റെഗുലേഷൻസ് എന്നാണ്. ഓക്കെ, ദ ലോസ് മെയ്ഡ് അണ്ടർ ദ പ്രീവിയസ് ആക്ട് വർ കോൾഡ് ആസ് റെഗുലേഷൻസ്. അതായത് ഇതിനു മുന്നേ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഓരോ നിയമങ്ങളെ നമ്മൾ റെഗുലേഷൻസ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ 1833 ചാർട്ടർ ആക്ട് വന്നതിന് ശേഷം ഇനി മുതൽ നമ്മൾ വിളിക്കുന്ന ഓരോ ആക്ടുകളെയും എന്താണ്, നമ്മൾ ഓരോ നിയമങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കാൻ തുടങ്ങി, ആക്ടുകളെന്ന് വിളിക്കാൻ തുടങ്ങി. സോ എന്ന് മുതൽ അല്ലെ ഏത് ചാർട്ടർ ആക്ട് വഴിയാണ് നിയമങ്ങളെ ആക്ടുകൾ എന്ന് വിളിക്കാൻ തുടങ്ങി, റെഗുലേഷൻസിൽ നിന്ന് മാറ്റി ആക്ടുകൾ എന്ന് വിളിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ ഇതിലൂടെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങുന്ന ഒരു ചാർട്ടർ ആക്റ്റും കൂടിയാണ് നമ്മുടെ 1830. അത് മുന്നേ തന്നെ അവർക്ക് അധികാരങ്ങളൊക്കെ പയ്യെ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങിയിരുന്നു. ഇത് കുറച്ചും കൂടെ കൂടുതൽ അവരുടെ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങി. ഇറ്റ് എൻഡഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്ഷ്യൽ ബോഡി. സോ അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ ഒരു കൊമേഴ്ഷ്യൽ ബോഡി ആയിട്ടുള്ള അവരുടെ ഫങ്ഷൻസ് അവസാനിച്ച ചാർട്ടർ ആക്റ്റാണ് നമ്മുടെ 1833 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. വിച്ച് ബിക്കെയിം എ പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളെല്ലാം അവസാനിച്ച് പിന്നീട് എന്തുമാത്രമായി, ഒരു പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമായിട്ട് മാറി. ഓക്കെ, സോ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നീട് ഈ ഒരു ആക്ടോട് കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറി ഉണ്ടല്ലോ, ഇന്ത്യൻ ടെറിട്ടറീനെ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് പറയുന്നു, ഇൻ ട്രസ്റ്റ് ഓഫ് ഹിസ് മജസ്റ്റി ഹിസ് ഹയേഴ്സ് ആൻഡ് സക്സസേഴ്സ് എന്ന് പറയുന്ന ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്, 1833 ചാർട്ടർ ആക്ട് ആണ്. ഓക്കെ, സോ ഇതോടെ ഈ ഒരു ചാർട്ടർ ആക്ടിലൂടെയാണ് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈവിൽ വച്ചിരുന്ന ഭൂപ്രദേശങ്ങളെ ഇനി മുതൽ നമ്മൾ പറഞ്ഞപ്പെടുന്നത് ഇൻ ട്രസ്റ്റ് ഓഫ് ഹിസ് മജസ്റ്റി ഹിസ് ഹയേഴ്സ് ആൻഡ് സക്സസേഴ്സ് എന്ന് പറയുന്ന ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നീട് അടുത്തായിട്ട് നമ്മുടെ 1833 ചാർട്ടർ ആക്ടിനെ കുറിച്ച് പറയുന്ന ടൈമിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട്
ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓപ്പൺ കോമ്പറ്റീറ്റീവ് സെലക്ഷൻ ഫോർ ദ സിവിൽ സർവൻസ് കൊണ്ടുവന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സിവിൽ സർവീസിന് വേണ്ടി ഓപ്പൺ കോമ്പറ്റീറ്റീവ് എക്സാം കൊണ്ടുവന്നത് ഈ 1833 ചാർട്ടർ ആക്ട് വഴിയാണെന്നുള്ള കാര്യം പഠിച്ചിരിക്കുക. ഓക്കെ, സോ ഈ ഒരു ചാർട്ടർ ആക്ടിലൂടെ പറയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇന്ത്യൻ ഷുഡ് നോട്ട് ബി ഡിബാർഡ് ഫ്രം ഹോൾഡിംഗ് എനി പ്ലേസ് ഓഫീസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് അണ്ടർ ദ കമ്പനി. ഓക്കെ, സോ ഈ ഒരു ആക്ടിലൂടെ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻസിനെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ എത്തുന്നതിൽ നിന്നും അവരെ തടയാൻ പാടില്ല എന്ന് നമ്മുടെ ചാർട്ടർ ആക്ട് ഓഫ് 1833 പറയുന്നുണ്ട്. പക്ഷേ this provisions was negated after the opposition from the court of directors. അതായത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഈ ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. സോ നെഗേറ്റ് ചെയ്യപ്പെടുക എന്ന് മീൻസ് ഇതിനെ നിഷേധിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാം വഴി സിവിൽ നമ്മുടെ എത്തപ്പെടാനുള്ള അവസരങ്ങൾ പിന്നീടും വൈകപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ അതായത് നമ്മുടെ ഓപ്പൺ കോമ്പറ്റേറ്റീവ് എക്സാമിനകത്ത് ഇന്ത്യൻസിനെ നമ്മുടെ കമ്പനിയോട് എന്തൊരു സ്ഥാനമാനങ്ങൾ എത്തുന്നതിൽ നിന്ന് ഡിബാർ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എതിർപ്പ് പ്രകാരം ആ ഒരു കാര്യം നടക്കാതെ പോവുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള മറ്റ് രണ്ട് കുഞ്ഞു കാര്യങ്ങളോട് ഞാൻ പറയാം. ഇറ്റ് വാസ് എ ഫൈനൽ സ്റ്റെപ്പ് ഫോർ ദ സെൻട്രലൈസേഷൻ. ഓക്കെ, സോ അങ്ങനെ പലതായിട്ട് ചെതറിക്കടന്നിരുന്ന ഈസ്റ്റ് ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഒരു യൂണിഫൈഡ് ആയിട്ട് ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ, അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി എടുത്ത ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1833 ചാർട്ടർ ആയിട്ടാണ്. ഓക്കെ, സോ പിന്നീട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വരുന്നതിന് ശേഷം പിന്നെ ഡീസെൻട്രലൈസേഷനൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, സോ നമുക്കറിയാം ചാർട്ടർ ആക്ട് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയാണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാണ്. ഓക്കെ, സോ ഒരു കാര്യം ഓർത്ത് വെക്കുക. പിന്നീട് അതുകൂടാതെ തന്നെ ഈ ഒരു കാര്യത്തോടൊക്കെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ മോണോപ്പോളി ഇന്ത്യയിൽ അവസാനിപ്പിച്ചത് ഏത് ചാർട്ടർ ആക്ടോട് കൂടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1833 ചാർട്ടർ ആക്ടോട് കൂടിയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് 1833 ചാർട്ടർ ആക്ടിനെ കുറിച്ച്. സോ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട്സ് എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.